38ാമത് ദേശീയ ഗെയിംസിന്റെ ഔദ്യോഗിക സമാപനം ഹൽദ്വാനിയിലെ ഗോപാലനറിലുള്ള ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചടങ്ങിൽ പങ്കെടുക്കും. 2027 ദേശീയ ഗെയിംസിന് വേദിയാകുന്ന മേഘാലയ ഗെയിംസിന്റെ പതാക ഏറ്റുവാങ്ങും. 13 സ്വർണം ഉൾപ്പെടെ 54 മെഡലുകളുമായി കേരളം 14ാം സ്ഥാനമാണ് നേടിയത്. കഴിഞ്ഞ ഗെയിംസിൽ നേടിയതിനേക്കാൾ കേരളത്തിന് 11 മെഡലാണ് ഇത്തവണ കുറഞ്ഞത്. കാണാം റിപ്പോർട്ട്. കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് മീതെ നിരാശയുടെ കരുനിഴൽ വീഴ്ത്തിയാണ് ഉത്തരാഖണ്ഡിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ദേശീയ ഗെയിംസിന് കൊടിയിറങ്ങുന്നത്. 2023 36 സ്വർണമടക്കം 87 മെഡലുകളാണ് കേരളം സ്വന്തമാക്കിയിരുന്നെങ്കിൽ 2 വർഷത്തിനിപ്പുറം 13 സ്വർണം ഉൾപ്പെടെ നേടിയ മെഡലുകളുടെ എണ്ണം 54. കളരിപ്പയറ്റിനെ പ്രദർശനീയമാക്കിയതോടെ കഴിഞ്ഞ ഗെയിംസ് നേടിയ 19 സ്വർണമാണ് നമുക്ക് നഷ്ടമായത്. ഫുട്ബോളിൽ നേടിയ സ്വർണം അഭിമാനമായെങ്കിലും അത്ലറ്റിക്സിൽ മികവ് കണ്ടെത്താനായില്ല. നീന്തലിൽ ട്രിപ്പിൾ സ്വർണം നേടിയ ഹർഷിത ജയറാമും 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ നേടിയ സജൻ പ്രകാശും ഭാരോദ്വഹനത്തിൽ സുവർണ്ണ നേട്ടം കൊയ്ത സുഫ്ന ജാസ്മിനും ടീമിനുണ്ടായ തിരിച്ചടികളെ അതിജീവിച്ച് മുന്നേറിയവരാണ്. 2015 കേരളം ദേശീയ ഗെയിംസിൽ 2ാം സ്ഥാനക്കാരായിരുന്നു. 2023 5ാം സ്ഥാനം. എന്നാൽ ഇപ്പോൾ 14ാം സ്ഥാനത്തേക്ക് മൂക്കുകുത്തി നാണക്കേടിന്റെ പടുകുഴിയിലാണ്. ദേശീയ ഗെയിംസ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് കായിക സ്നേഹികളുടെ സ്വന്തം തട്ടകമായ മലയാള നാട് 10ാം സ്ഥാനത്തിനും താഴെ പോകുന്നത്. എന്താണ് കേരളത്തിന്റെ കായിക രംഗത്ത് സംഭവിക്കുന്നതെന്ന ആശങ്കയിലാണ് കായിക സ്നേഹികൾ. ഈ കിതപ്പ് അകറ്റിയേ പറ്റൂ. ഇന്നും ദേശീയ ഗെയിംസിൽ തിളങ്ങുന്ന പല നേട്ടങ്ങളും കേരളത്തിന്റെ പ്രതാപകാലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അടുത്ത ഗെയിംസിനുള്ള ഒരുക്കങ്ങൾ ഇന്നു തന്നെ നാം തുടങ്ങേണ്ടതുണ്ട്. കുതിക്കാൻ വെമ്പൽ കൊള്ളുന്ന കായിക കരുത്ത് ഇന്നും നമുക്കുണ്ടെന്ന തിരിച്ചറിവോടെ. സുരേഷ് എടപ്പാൾ, സ്പോർട്സ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.